Good morning. Join ചെയ്യുന്നുള്ളൂ അല്ലേ? കുട്ടികളായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏതാണ് അതിനകത്ത് എവിടെ വരെ ഇരിക്കുന്നത്? നമ്മള് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലേ? അതിന്റെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞായിരുന്നു. അതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ട് എന്താണ് എങ്ങനെയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രോസസ് ചെയ്യേണ്ടത് അല്ലെ? അത് ഒരു ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് നമ്മൾ ഒറ്റ സ്റ്റെപ്പില് തീരുന്നതല്ല. അതെങ്ങനെയാണ്? മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഇവിടെ ഒരു 5 സ്റ്റെപ്പ് ആയിട്ടാണ് തന്നേക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്. എന്ത് ചെയ്യാ? ഡിസൈഡ് ചെയ്യാന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഗോൾസ് അല്ലെങ്കിൽ എയിംസ് ഡിസൈഡ് ചെയ്യുക. അതായത് എന്താണ് അതിനകത്ത് പറയുന്നത്? നമ്മള് എംപ്ലോയീസിനെ അവരുടെ എബിലിറ്റി, അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ആവശ്യാനുസരണം എംപ്ലോയീസിന്റെ കഴിവുകളെ അതിനോട് മാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുകയോ ചെയ്യാണ്. അതാണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എത്ര എംപ്ലോയീസ് വേണം അല്ലെ, ഏതൊക്കെ വേക്കൻസീസ് ഫില്ല് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പ്രസന്റ് ഇത് നോക്കുമ്പോൾ എന്താ പറയാ, ആ പ്രസന്റ് ആവശ്യങ്ങൾ മാത്രമല്ല നോക്കുന്നത്, എന്തുകൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട്? എന്താ? ഫ്യൂച്ചറിലെ കാര്യം കൂടി നോക്കുന്നുണ്ട്. കണ്ടോ? എംഫസൈസിങ് ഓൺ ഫ്യൂച്ചർ ഇൻസ്റ്റെഡ് ഓഫ് പ്രസന്റ് അറേഞ്ച്മെന്റ്. അതായത് പ്രസന്റ് അറേഞ്ച്മെന്റിനോടൊപ്പം തന്നെ ഭാവിയിലേക്കുള്ളത് ഫ്യൂച്ചർ അറേഞ്ച്മെന്റും ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതായത് നമുക്ക് പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ എത്രയാണ്? അവിടെ ഇട്ടുണ്ട് കേട്ടോ, 70. പേജ് നമ്പർ 70. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ ഒരു എംപ്ലോയിനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ചിലപ്പോ ഓർഗനൈസേഷൻ കുറച്ചും കൂടി അടുത്തൊരു സെക്ഷൻ അല്ലെങ്കിൽ അടുത്തൊരു ഏതാണ് ഒരു ഓഫീസും കൂടി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലുണ്ടല്ലേ? അപ്പൊ അതായത് ഫ്യൂച്ചറിലെ വേക്കൻസിയും കൂടി അല്ലെങ്കിൽ അതും കൂടി ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എബിലിറ്റീസ്, കഴിവുകളുള്ള എംപ്ലോയീസിനെയാണ് എന്ത് ചെയ്യുന്നത്? അത് സെലക്ട് ചെയ്യുന്നത് അല്ലെ? അതാണ് ആദ്യത്തെ എന്ന് പറയുന്നത്. ഏതാ? ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്. ഫസ്റ്റ് പ്രോസസ് ആണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ് ആണ് ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്ത് ചെയ്യണം? ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എന്ത് നോക്കണം? നമ്മള് ഭാവിയിലേക്കുള്ള ഒരു ഓർഗനൈസേഷന്റെ ഘടന, സ്ട്രക്ചർ, അതുപോലെ തന്നെ മാൻ പവർ, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാൻ പവർ എംപ്ലോയീസിന്റെ ആവശ്യകതയും നോക്കണം. എസ്റ്റിമേറ്റ് ചെയ്യണം, നമ്മള് കണക്കാക്കുക. നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തു, ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഡിസൈഡ് ചെയ്തു. രണ്ടാമത്തേൽ എന്ത് ചെയ്യുന്നു? അത് എസ്റ്റിമേറ്റ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇത്. എസ്റ്റിമേറ്റ് ചെയ്തു. എന്താണ് എസ്റ്റിമേറ്റ് ചെയ്തു? ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. The management must evaluate the structure of the organization at a given point of time. The management must evaluate. Management തീർച്ചയായിട്ടും evaluate ചെയ്യണം. എന്ത്? The structure of organization at a given point of time. ഓർഗനൈസേഷന്റെ ഘടന, സ്ട്രക്ചർ evaluate ചെയ്യണം മാനേജ്മെന്റ്. For this evaluation, ഈ ഇവാലുവേഷനിൽ എന്താ നമ്മൾ ഉൾപ്പെടുത്തണ്ടേ? എന്താണ്? The number and the type of employees required must be determined. ഏത് തരത്തിലുള്ള എംപ്ലോയീസ് വേണം, ഏത് ടൈപ്പ് എംപ്ലോയീസ് വേണം, എത്ര നമ്പർ വേണം എന്നുള്ളത് അല്ലെ? ആ ഒരു ഓർഗനൈസേഷനിലേക്ക് എത്ര എംപ്ലോയീസ് വേണം, ഏത് തരത്തിലുള്ള എംപ്ലോയീസ് വേണം, അത് ആ സമയത്ത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം, നിർണ്ണയിക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മള് ഓർഗനൈസേഷന്റെ സ്ട്രക്ചറും അവിടെ അതിലേക്കുള്ള മാൻ പവറിന്റെയും ആവശ്യകതകളും കണക്കാക്കുന്നു. രണ്ടാമത്തെ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. സെക്കൻഡ്, ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് അവിടെ? ടു ഓഡിറ്റ്. അടുത്തത് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ ആദ്യത്തേല് ഡിസൈഡ് ചെയ്തു, രണ്ടാമത്തേല് നമ്മൾ മാൻ പവർ ആവശ്യകതയൊക്കെ എന്ത് ചെയ്തു? എസ്റ്റിമേറ്റ് ചെയ്തു. മൂന്നാമത്തെ എന്ത് ചെയ്തു? ടു ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറഞ്ഞ എന്താ? കണക്ക് പരിശോധിക്കുക. അടോ എന്തിന്റെയാണ്? ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ? മാൻ പവറിന്റെ എന്ത് ചെയ്യുക? അതിന്റെ ഓഡിറ്റ്, കണക്ക് പരിശോധിക്കുകയാണ്. ഓക്കെ,
what the future human resource needs are estimated. അതായത് നമ്മുടെ ഫ്യൂച്ചർ നീഡ്സ്, ഹ്യൂമൻ റിസോഴ്സിന്റെ ഭാവിയിലേക്കുള്ള ആവശ്യകത, ഇത്ര എംപ്ലോയീസ് വേണം എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? അടുത്ത കാര്യം എന്താ നമ്മൾ വന്നത്? നമ്മുടെ ഫ്യൂച്ചറിൽ എത്രത്തോളം ആ ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസ് വേണം, ഏത് തരത്തിലുള്ള എംപ്ലോയീസ് വേണം എന്നൊക്കെ രണ്ടാമത്തെ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചു, കണക്കാക്കി. ഇനി അടുത്തത് എന്താ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? അടുത്ത എന്ത് ചെയ്യണം? ഇനി എവിടെ നിന്നാണ് അത് സപ്ലൈ, എവിടെ നിന്നാ അവരെ കിട്ടുക എന്നത് നോക്കണേ. The next step is to decide the present supply of manpower resources. Underline ചെയ്തോട്ടെ ആ ഫസ്റ്റ് സെന്റൻസ്. To decide the present supply of the manpower resources. അപ്പൊ നീഡ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ്? The present supply of manpower resources. ഈ മാൻപവറിന്റെ അല്ലെ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ റിസോഴ്സുകള്, അതായത് അവർക്കിടെ അത് എവിടെ നിന്ന് നമുക്ക് കിട്ടും അല്ലെ, അതാണ് നോക്കുന്നത്. This is done through the what is called the skill inventory. അപ്പൊ ഇത് സാധ്യമാക്കുന്നത് എന്തിലൂടെയാണ്? സ്കിൽ ഇൻവെന്ററിയിലൂടെ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. സ്കിൽ ഇൻവെന്ററി എന്താണ്? സ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത് ഓരോ ജോലിക്കും വേണ്ട സ്കിൽസുകൾ വ്യത്യാസമായിരിക്കും, കഴിവുകൾ വ്യത്യാസമല്ലേ? എല്ലാ ജോലിക്കും ഒരേ എബിലിറ്റി ഉള്ള ആളുകളെയാണോ നമുക്ക് വേണ്ടത്? ആണോ? അല്ല, വ്യത്യാസമായിട്ടിരിക്കും. അതായത് ഓരോ ജോലിക്കാരുടെയും സ്കില്ലുകള്, അവർക്കുടെ വർക്ക് പെർഫോമൻസ് നോക്കിയേ. എ സ്കിൽ ഇൻവെന്ററി കൺസിസ്റ്റ് ഓഫ് ഡേറ്റ. ഇതൊരു ഡേറ്റയാണ്. എന്തിനെ കുറിച്ചുള്ളത്? അബൌട്ട് ഈച്ച് എംപ്ലോയി സ്കിൽസ്. ഓരോ എംപ്ലോയീസിന്റെ കഴിവുകള്, അവർക്കുടെ സ്കില്ലുകള്, കഴിവുകള്, എബിലിറ്റീസ്, അവരുടെ വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് അതർ ഇൻഫർമേഷൻ indicating his overall value to the company. എന്താ സ്കിൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ? ഓരോ എംപ്ലോയീസിന്റെയും കഴിവുകള്, അവരുടെ വർക്ക് എക്സ്പീരിയൻസ് അല്ലെ, വർക്ക് പ്രിഫറൻസ്, അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇൻഫർമേഷൻസ്, അതിന്റെ ഡേറ്റയാണ് സ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഡേറ്റ? ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് ഓരോ എംപ്ലോയീസിനെ കുറിച്ചുള്ള ഈ ഡേറ്റ അവിടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒഴിവ് വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ ഡേറ്റ നോക്കിയിട്ട് ഈ ജോലിക്ക് മാച്ചായവരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റൂലേ? ആ വേക്കൻസി അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റൂലേ? ഫില്ല് ചെയ്യാൻ പറ്റോ? ഫില്ല് ചെയ്യാൻ പറ്റൂലേ? അതായത് അപ്പൊ ഇങ്ങനെ അവിടെ അത് ചോദിക്കാറുണ്ട് കേട്ടോ. സ്കിൽ ഇൻവെന്ററി എന്താന്നുള്ളത്. ഡാഷ് കൺസിസ്റ്റ് ഓഫ് എ ഡേറ്റ അബൌട്ട് എംപ്ലോയി, ഈച്ച് എംപ്ലോയി സ്കിൽസ്, എബിലിറ്റി, വർക്ക്. അതായത് എംപ്ലോയീസിന്റെ കഴിവുകള്, അവരുടെ പെർഫോമൻസ്, മറ്റുള്ള ഇൻഫർമേഷൻ എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു ഡേറ്റയാണ് സ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇത് ആർക്കടെ അടുത്തുള്ള? ആരാണ്? ഓർഗനൈസേഷനിൽ ഉണ്ടല്ലേ, ആ ഒരു സ്ഥാപനത്തിലുണ്ട് ഓരോ എംപ്ലോയീസിനെ കുറിച്ചുള്ള ഡേറ്റ. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു ജോബ് വേക്കൻസി വരികയാണെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? ആ ഡേറ്റ നോക്കി കഴിഞ്ഞിട്ട് ആ വേക്കൻസിയിൽ ആപ്റ്റായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യും. ക്ലിയർ ആയില്ലേ? അത് ഇതാണ് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ്. ഓഡിറ്റ് ചെയ്യുക. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കണക്ക് പരിശോധിക്കുന്നു. ആ ഹ്യൂമൻ റിസോഴ്സിന്റെ ആ സോഴ്സ്, മാൻപവർ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ആ ഡേറ്റ നോക്കിയിട്ട് അതിൽ നിന്ന് എടുക്കും. ക്ലിയർ ആയോ മൂന്നാമത്തെ പോയിന്റ്? ഓക്കെ, അടുത്തത് നോക്കിയേ. ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. നാലാമത്തെ പ്രോസസ് ആട്ടോ. എന്താ? ആസൂത്രണം ചെയ്യുക. എന്താണ്? ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജോലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ജോബ് റിക്വയർമെന്റ്സ്. അത് അടുത്ത പേജിൽ വരുന്നുണ്ട് കേട്ടോ. നേരെ നമുക്ക് പറയാം. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടാ. ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ല, ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോലിയെ കുറിച്ചുള്ള വിവരങ്ങള്. അതും അടുത്തതില് എന്താ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് രണ്ടിന്റെയും. അപ്പൊ നമുക്ക് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ അടുത്ത പേജില്. Okay, after taken a decision on how many person would be needed. അപ്പൊ അങ്ങനെ എത്ര ആളുകൾ വേണം ഈ ജോലി ഫില്ല് ചെയ്യാൻ എന്നുള്ളത് അതിനുള്ള തീരുമാനം എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇറ്റ് ഈസ്
necessary to prepare job analysis. Kado job analysis, recording detail of training into detail record. അപ്പൊ നമ്മൾ ആ ഒരു ഡിസിഷൻ, അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. അവരെ ഓഡിറ്റ് ഒക്കെ നടത്തി കണക്ക് പരിശോധിച്ചു, എംപ്ലോയീസിനെയൊക്കെ എവിടെ നിന്നാ എടുക്കണേ എന്നുള്ളതൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യുന്നു? അടുത്തത് എന്താ? ഇറ്റ് ഈസ് നെസസറി ടു പ്രിപ്പയർ എ ജോബ് അനാലിസിസ് റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്. അവർക്ക് എത്ര നാള് ട്രെയിനിങ് കൊടുക്കണം, അതിന്റെയൊക്കെ ഡീറ്റെയിൽസ്, സ്കിൽസ്, അതിന് എന്തൊക്കെ സ്കില്ലുകൾ വേണം, അവർ ക്വാളിഫിക്കേഷൻ ഏതാണ്, +2 വേണോ, ഡിഗ്രി വേണോ, വേറെ ബികോം വേണോ, അതേതാന്നുള്ള ക്വാളിഫിക്കേഷൻ, എബിലിറ്റീസ്, എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതെല്ലാം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. കണ്ടോ? ജോലിയുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, എത്ര എംപ്ലോയീസ് വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ? എത്ര എംപ്ലോയീസ് വേണമെന്ന് നമ്മൾ ഓഡിറ്റ് ഒക്കെ ചെയ്തില്ലേ? തീരുമാനിച്ചു. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം, തയ്യാറാക്കണം. എന്ത് തയ്യാറാക്കണം? ജോബ് അനാലിസിസ്, റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്, സ്കിൽസ്, ക്വാളിഫിക്കേഷൻ, എബിലിറ്റീസ്, എക്സ്പീരിയൻസ്, റെസ്പോൺസിബിലിറ്റീസ് എക്സെട്ര. ഇതൊക്കെ തയ്യാറാക്കി വെക്കണം അടുത്ത സ്റ്റെപ്പില്. ഓക്കെ, വിച്ച് ആർ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? നീഡഡ് ഫോർ എ ജോബ്. ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. ഓക്കെ, ജോബ് അനാലിസിസ് ഇൻക്ലൂഡ്സ്, അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ജോബ് അനാലിസിസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് ജോബ് അനാലിസിസ് വരുന്നത്? ദ പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. ജോബ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ തയ്യാറാക്കുക. അതാണ് ഏതില്? ജോബ് അനാലിസിസിൽ വരുന്നത്. മിക്ക എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ്? എന്താണ് ആ സെന്റൻസ് പറഞ്ഞേ? ജോബ് അനാലിസിസ് ഇൻക്ലൂഡ്സ് ഡാഷ്. എന്തൊക്കെയാ ജോബ് അനാലിസിസിൽ വരുന്നത്? എന്തൊക്കെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും തയ്യാറാക്കുക, പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ ആയോ? അത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ജോബ് അനാലിസിസ് എന്താണ്, ജോബ് റിക്വയർമെന്റ്സ് എന്താണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ ആണ് അടുത്ത പാരഗ്രാഫ് തന്നേക്കണേ. ഒന്ന് നോക്കിയേ. ജോബ് അനാലിസിസ്. അപ്പൊ ജോബ് അനാലിസിസിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോലിനെ കുറിച്ചുള്ള വിവരങ്ങളും ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു കാര്യങ്ങൾ, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ജോലിയുടെ നിർദ്ദേശങ്ങൾ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോലിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ. ഓക്കെ, ഇനി അത് ഡീറ്റെയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. Job analysis is the process of determining and recording all the relevant information about a particular job. Underline ചെയ്തിട്ടേ. Dash is the process of determining. ആ സെന്റൻസ് അങ്ങനെ തരും, അതുപോലെ തന്നെ വരും. എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? is the process of determining. ഡിറ്റർമിൻ ചെയ്യാന്ന് വെച്ചാൽ നിർണ്ണയിക്കുക. And recording, റെക്കോർഡ് ചെയ്യുക. എന്താണ്? all the relevant information about a particular job. ഒരു പർട്ടിക്കുലർ ജോബിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ജോബ് അനാലിസിസ്. കിട്ടിയോ? is the process of determining and recording all the relevant information. എന്തിനെ കുറിച്ചുള്ളത്? about a particular job. ക്ലിയർ ആയോ? ജോബ് അനാലിസിസ് എന്താന്നുള്ളത്? ഓക്കെ, അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഇനി നോക്കിയേ. ജോബ് അനാലിസിസ് ഇൻക്ലൂഡ്സ്. അതിൽ എന്തൊക്കെയാ? ഇൻക്ലൂഡിംഗ് ദ ടാസ്ക്. എന്തൊക്കെ ടാസ്കുകളാ വരുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞു ജോബ് അനാലിസിസില് ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് നോക്കി എന്തൊക്കെ ടാസ്കുകളാണ് ജോബ് അനാലിസിസ് വരുന്നത്? ഇൻക്ലൂഡിംഗ് ദ ടാസ്ക്. അണ്ടർലൈൻ ചെയ്തോട്ടെ. എന്താ? ദ നോളജ് ആൻഡ് സ്കിൽസ് നീഡഡ് ടു പെർഫോം ദ ജോബ്. അത് ആ ജോലിക്ക് വേണ്ട സ്കില്ല്, നോളജ്, അറിവ്, ആ ജോലി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള നോളജും അറിവും. ദ റെസ്പോൺസിബിലിറ്റി അറ്റാച്ച്ഡ് ടു ദ ജോബ്. ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? and the ability required to perform the job. ആ ജോബ് നിർവഹിക്കാനുള്ള എബിലിറ്റീസ്, ആവശ്യമായിട്ടുള്ള എബിലിറ്റീസ്, ഇത്രയും ടാസ്കുകള് ആ ജോബ് അനാലിസിസിൽ ഉൾപ്പെടുന്നുണ്ട്. ആ 3 എണ്ണം അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, knowledge and skill needed to perform the job,
then the responsibility attached to the job and the ability required to perform the job. Okay. എന്തിനു വേണ്ടിയാ? സക്സസ്ഫുൾ ആയിട്ട്, required to perform the job successfully. വിജയകരമായി ആ ഒരു ജോലി പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എബിലിറ്റീസ്, കഴിവുകൾ, ഇതെല്ലാം ആ ജോബ് അനാലിസിസ് ഉൾപ്പെടുന്ന ടാസ്കുകളാണ്. ഇനി നോക്കിയാൽ അടുത്തത് എന്താ? ജോബ് റിക്വയർമെന്റ്സ്. ജോബ് റിക്വയർമെന്റ്സ് ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, റിക്വയർമെന്റ്സ് എന്തൊക്കെയാ? Job requirements are the qualification and skill needed for a certain position. ആ ഒരു പൊസിഷനിലേക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് സ്കിൽസ് ഉണ്ടോ, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ, അതാണ് ജോബ് റിക്വയർമെന്റ്സ്. ജോബിന് വേണ്ടിയിട്ടുള്ളത് ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ജോലിയിലേക്ക് ഇപ്പൊ നമുക്ക് M.Com പാസ്സായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതാ B.Com കഴിഞ്ഞിരിക്കണം, ഇന്ന കമ്പ്യൂട്ടറിൽ ഇത്രയും കമ്പ്യൂട്ടർ ഈ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിരിക്കണം, പിന്നെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമുക്ക് എന്താ പറയാ ജോബ് റിക്വയർമെന്റ്സ് ആണ് അല്ലെ, ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, സ്കിൽസ്, അതാണ് ഇത് ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ അറിയാലോ അല്ലെ, ജോലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ, സ്കില്ലുകള്. ക്ലിയർ ആയില്ലേ? അടുത്ത നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ എന്താ? അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ജോബ് റിക്വയർമെന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. ഇനി നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താ? ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ JR എന്ന് കേട്ടോ, ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്കാം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ റിട്ടേൺ അക്കൗണ്ട്. റിട്ടേൺ അക്കൗണ്ട് ആണ്, അതായത് എഴുതി വെച്ചേക്കണതാണ്. That narrate the general task or other related duties and the responsibility of a position. എന്താ ആ ഒരു പൊസിഷനിലേക്ക് വേണ്ടിയിട്ടുള്ള പൊതുവായ ജോലികള്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള കടമകള്, ഡ്യൂട്ടീസ്, അവർക്കുടെ ഉത്തരവാദിത്തങ്ങള്, ഇതെല്ലാം ഉള്ള ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു രേഖാമൂലമുള്ള ഒരു അക്കൗണ്ടാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോലിയെ കുറിച്ചുള്ള വിവരങ്ങള് കിട്ടിയോ? അതെ, റിട്ടേൺ ആണ്, റിട്ടേൺ അക്കൗണ്ട് ആണ്. എന്തിനെ കുറിച്ചുള്ളതാണ്? ആ ജോലിക്ക് വേണ്ട, ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ടാസ്കുകള് അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടി, അവർക്കുടെ റെസ്പോൺസിബിലിറ്റി, ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ, ഇതെല്ലാം എഴുതിയിട്ടുള്ള ഒരു റിട്ടേൺ ആണ്, എഴുതി വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ക്ലിയർ ആയില്ലേ? ജോബ് റിക്വയർമെന്റ്സും ജോബ് ഡിസ്ക്രിപ്ഷനും. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ വേണം, എന്തൊക്കെ സ്കിൽസ് വേണം എന്നുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോലിയിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പൊസിഷനിൽ ചെയ്യേണ്ട ടാസ്കുകള്, അല്ലെങ്കിൽ അവർക്കുടെ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ അവർക്കുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ എഴുതിയേക്കുന്ന ഒരു റിട്ടേൺ അക്കൗണ്ട്. അത് മൂന്നും അണ്ടർലൈൻ ചെയ്തോട്ടോ. ഏതെങ്കിലും ചോദിക്കാം എക്സാമിന്, ജോബ് അനാലിസിസോ ജോബ് റിക്വയർമെന്റ്സോ ജോബ് ഡിസ്ക്രിപ്ഷനോ ഒക്കെ ചോദിക്കാം. ഇനി അഞ്ചാമത്തെ അവസാനത്തെ സ്റ്റെപ്പ് നോക്കിയ പ്രോസസ് നോക്കിയേ, ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ? ആസൂത്രണം ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക അല്ലെ, വികസിപ്പിക്കുക. ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. This step refers to the development and the implementation of human resources plan. എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ റിസോഴ്സ്, അത് നമ്മള് മനുഷ്യ മാൻപവർ അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ആസൂത്രണം, അത് അവരെ ഡെവലപ്പ് ചെയ്യുക, അവരെ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇതാണ് ആ സ്റ്റെപ്പ്. Which consists of finding out the sources of labor supply in order to make an effective use of these sources. ഉണ്ടോ? എന്ത് ചെയ്യാണത്? ലേബർ സപ്ലൈയുടെ സോഴ്സ് കണ്ടെത്തുക. എവിടെ നിന്ന് നമുക്ക് ഈ എംപ്ലോയീസിനെയൊക്കെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് കിട്ടും? ഉണ്ടോ? അതാണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ സോഴ്സ് ഓഫ് ലേബർ സപ്ലൈ. എന്തിനാ? in order to make an effective use of the, ആ സോഴ്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തണം അല്ലെ, അതിനു വേണ്ടിയിട്ട് ആ സോഴ്സിന്റെ സപ്ലൈ കണ്ടുപിടിക്കുകയാണ്. അതിനെന്താ ചെയ്യണ്ടേ? the first thing എന്ത് വേണം? therefore is to decide on policy. പോളിസി ഡിസൈഡ് ചെയ്യുക, ഒരു നയം നമ്മൾ തീരുമാനിക്കുകയാണ്, തൊഴിൽ നയം അല്ലെ. അത് കണ്ടെത്തുന്നതില് ഒരു തൊഴിൽ എന്താ പറയാ, ഒരു പോളിസി ഡിസൈഡ് ചെയ്യാണ്.
നോക്കിയേ അതെങ്ങനെയാ? ഷുഡ് ബി പേഴ്സണൽ ബി ഹിയർഡ് ഫ്രം വിത്തിൻ ത്രൂ പ്രൊമോഷണൽ ചാനൽ. അപ്പൊ എങ്ങനെ നമുക്ക് അവരെ ഈ ലേബർ സപ്ലൈ അതിന്റെ സോഴ്സ് എവിടെയാ? ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകളില്ലേ, ഉള്ളിലുള്ള ജോലിക്കാരിൽ നിന്ന് പ്രൊമോഷണൽ ചാനൽ വഴി നമുക്ക് അവരെ ഹിയർ ചെയ്യാം. അതായത് ഓഫീസിലുള്ള ഒരു ജോബ്, ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ഒരു ഓഫീസിൽ ഒരു പൊസിഷൻ, ഒരു വേക്കൻസി വന്നു. അപ്പൊ അവിടെ നിലവിലുള്ള എംപ്ലോയീസ് അവർക്ക് വല്ല സീനിയോറിറ്റിയുടെ അനുസരിച്ചൊക്കെ പ്രൊമോഷൻ കൊടുത്ത് ആ പോസ്റ്റ് ഫില്ല് ചെയ്യാൻ പാടില്ലേ? ആ പോസ്റ്റ് അവിടെ ഫില്ല് ചെയ്യാം. അതാണ് പ്രൊമോഷണൽ ചാനൽ വഴി നമുക്ക് ഹിയർ ചെയ്യാം. അല്ലെങ്കിലോ or should be obtained from an outsource. പുറമേ നിന്ന് നമുക്ക് എടുക്കാം, പുറമേ നിന്ന് എംപ്ലോയീസിനെ വിളിക്കാം. അത് പല രീതിയിൽ നമുക്ക് എന്താണ് ക്യാമ്പസ് സെലക്ഷൻ ഇതൊക്കെ റിക്രൂട്ട്മെന്റ് വഴിയോ അല്ലെങ്കിൽ അഡ്വർടൈസിങ് വഴിയോ ഏതെങ്കിലും രീതിയിലൂടെ പുറത്തു നിന്നുള്ള ആളുകൾ, അതായത് കമ്പനിക്ക് പുറത്തു നിന്നുള്ള ആളുകളെയും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. രണ്ട് രീതി മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ ഓർഗനൈസേഷനുള്ള ഉള്ളിലുള്ള ആളുകൾക്ക് എന്താ പ്രൊമോഷൻ കൊടുത്തിട്ട് ആ വേക്കൻസി ഫില്ല് ചെയ്യാം, അങ്ങനെ ഒരു മാർഗം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പുറമേ ഓർഗനൈസേഷന് പുറത്തുള്ള ആളുകളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിട്ടും ആ വേക്കൻസി ഫില്ല് ചെയ്യാം. The best policy followed by most organizations is fill up higher vacancy by promotion. Underline ചെയ്തിട്ട് ആ സെന്റൻസ്. The best policy followed by the most organization. മിക്ക ഓർഗനൈസേഷനും പിന്തുടരുന്ന ഒരു മികച്ച നയം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഹയർ വേക്കൻസി ഫില്ല് ചെയ്യാൻ ബൈ പ്രൊമോഷൻ. ഏതിൽ കൂടിയാണ്? പ്രൊമോഷൻ കൊടുക്കും. അതായത് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള എംപ്ലോയിനെ ആ ഒരു വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതാണ് മിക്ക ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്ന ഒരു പോളിസി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ലോവർ ലെവൽ പൊസിഷൻ, ഇനി താഴെയുള്ള പൊസിഷൻ ആണെങ്കിൽ എങ്ങനെയാ? ബൈ റിക്രൂട്ട്മെന്റ് ഫ്രം ദ ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിൽ നിന്ന്, അതായത് പുറമേ ഉള്ള സോഴ്സിൽ നിന്നും ആ ലോവർ ലെവൽ പൊസിഷനിൽ റിക്രൂട്ട്മെന്റ് നടത്തും. ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങള്? മിക്ക ഓർഗനൈസേഷനും അവരുടെ വേക്കൻസി ഫില്ല് ചെയ്യുന്ന രണ്ട് രീതിയിലൂടെയാണ്. അതായത് ഹയർ ലെവൽ പൊസിഷൻ ആണ്, ഉയർന്ന ഒരു പൊസിഷനിലേക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ പ്രൊമോഷൻ കൊടുക്കും. ഇനി ലോവർ ലെവൽ ആണെങ്കിലോ ആ ലേബർ മാർക്കറ്റിൽ നിന്ന് പുറമേ നിന്ന് റിക്രൂട്ട് ചെയ്യും. അത്രയാ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങ് 5 സ്റ്റെപ്സ് ആയിട്ടാണ് തന്നേക്കുന്നത് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ്സിന്റെ അതൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അതിന്റെ പ്രോസസ്സ് 5 സ്റ്റെപ്പുകളിലൂടെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിയേ, മാൻ പവർ പ്ലാൻ കമ്പോണന്റ്. ഒരു മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ് കമ്പോണന്റ്, ഒരു മാൻ പവറിന്റെ ഘടകങ്ങള് എന്തൊക്കെയാണ്? മാൻ പവർ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻടു 3 കമ്പോണന്റ്സ്. മാൻ പവറിനെ നമുക്ക് 3 കമ്പോണന്റ് ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ ഫോർകാസ്റ്റിംഗ്, പ്രവചിക്കുക, മുൻകൂട്ടി കാണുക, ഫോർകാസ്റ്റിംഗ്. അടുത്ത് റിക്രൂട്ട്മെന്റ് പ്ലാൻ. റിക്രൂട്ട്മെന്റ് പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക. അടുത്ത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. അതാണ് 3 നമ്മള് ഇത് പറയുന്നത് സ്റ്റെപ്പായിട്ട് പറഞ്ഞേക്കാം. മാൻ പവർ പ്ലാന്റെ ഘടകങ്ങള് 3 കമ്പോണന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഫ്യൂച്ചർ നീഡ്സ്, ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ കൂടി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതങ്ങനെ സ്റ്റോക്ക്, അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്യാണ്. എന്തിനു വേണ്ടി? ഫ്യൂച്ചർ നീഡ്സ്, ഭാവിയിലേക്കുള്ള ആവശ്യങ്ങള് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് സ്റ്റോക്ക് എടുക്കാണ്. ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ നമ്മള് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകള്, റിസോഴ്സ് മാൻ പവർ അല്ലെ, ആ അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റിംഗ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് തന്നെയായിട്ട് അവിടെ അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു?
ഫ്യൂച്ചർ നീഡ്സ്, ഭാവിയിലേക്ക് ആ ഓർഗനൈസേഷന് ആവശ്യം കൂടി കണക്കാക്കിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? റിക്രൂട്ട്മെന്റ് പ്ലാൻ. എന്താണ്? ടു മീറ്റ് ദ ഗ്യാപ് ബിറ്റ്വീൻ ഇന്റേണൽ സോഴ്സസ് ആൻഡ് എസ്റ്റിമേറ്റഡ് നീഡ് ബൈ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. എന്ത് ചെയ്യുന്നു? ആ വേക്കൻസി ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാനാണ് അല്ലെ? ആ വേക്കൻസിനെ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണ്ടേ? അവിടെ ഒരു വേക്കൻസി വന്നു, ആ വേക്കൻസി നമുക്ക് ഫില്ല് ചെയ്യണ്ടേ അല്ലെ? ഒരു പൊസിഷൻ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് എന്താണ്? ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇന്റേണൽ റിസോഴ്സുകൾ എടുക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് നടത്താം. ഒന്നില്ലെങ്കിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ഓർഗനൈസേഷന് ഉള്ളിൽ നിന്ന് ആളുകളെ പ്രൊമോഷൻ കൊടുത്ത് ആ വേക്കൻസിയിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് പുറത്തുള്ള റിക്രൂട്ട്മെന്റ് നടത്താം, പുറത്തുള്ള ആളുകളെ ആ പോസ്റ്റിലേക്ക് നിയമിക്കുകയും ചെയ്യാം. അതാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. എങ്ങനെ വേണം റിക്രൂട്ട്മെന്റ്? അകത്ത് നിന്ന് എടുക്കണോ, ഓർഗനൈസേഷന് പുറത്ത് നിന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട്, ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് ആളുകളെ സെലക്ട് ചെയ്യണോ എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ കാര്യം, റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ടു യൂട്ടിലൈസ് ഫുള്ളി ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ ആ മനുഷ്യ വിഭവം അല്ലെ, അത് ഈ മാൻ പവറിനെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ ആക്ട് ടു ഡെവലപ്പ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്. കണ്ട, എന്ത് ചെയ്യണം? അവരെ ട്രെയിൻ ചെയ്യും. ഇപ്പൊ എല്ലാ എംപ്ലോയീസും ഒരേ ഇതുപോലെയുള്ളവരാണെന്നില്ല. അവരെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ട്രെയിനിങ് കൊടുത്തു അല്ലെ? അപ്പൊ ആ റിക്രൂട്ട്മെന്റ്, ആ വേക്കൻസി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മുഴുവനായിട്ട് നമുക്ക് ഉപയോഗിക്കണം, ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണ്ടേ? അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കണ്ടേ ആ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുന്നു? അപ്പൊ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നു. കണ്ടോ? ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പരമാവധി ആ ഹ്യൂമൻ റിസോഴ്സിനെ ഉപയോഗിക്കുക. എന്തൊക്കെ പോരായ്മകളുള്ള, അതായത് ചില പോരായ്മകളുള്ള ആളുകൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക? ട്രെയിനിങ്ങിലൂടെ. കണ്ടോ? ട്രെയിനിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യുക. അതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മാൻ പവർ പ്ലാൻ കമ്പോണന്റ്, ഒരു മനുഷ്യ വിഭവങ്ങളെ, അത് ഹ്യൂമൻ റിസോഴ്സിന്റെ പ്ലാന്റെ ആസൂത്രണത്തിന്റെ ഘടകങ്ങള് ആദ്യം നമ്മൾ ആ മുൻകൂട്ടി കാണണം. പിന്നെ രണ്ടാമത്തെ, അവരെ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ റിക്രൂട്ട് ചെയ്യണം. ഇനി അടുത്തതെല്ലാം റിക്രൂട്ട് ചെയ്താൽ മാത്രം പോരാ, അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ട്രെയിനിങ് കൂടി കൊടുക്കണം. ക്ലിയർ ആയ മൂന്ന് കാര്യങ്ങൾ? കുഞ്ഞു കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ആ മൂന്ന് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളണം കേട്ടോ. മാൻ പവർ പ്ലാന്റ് കമ്പോണന്റ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനിയാണ് നമ്മൾ മെയിൻ ഇതിലേക്ക് വരികയാണ് കേട്ടോ, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? മലയാളം എന്താ റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാ? എന്താണ്? റിക്രൂട്ട് ചെയ്യുക. എന്താണ് റിക്രൂട്ട്മെന്റ്? എന്താണ് മലയാളം? റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒരു പൊസിഷൻ. വെരി ഗുഡ്. എന്താണ്? നിയമിക്കേണ്ടത് അല്ലെ? നിയമിക്കുക അല്ലെ? ആ ഒരു പൊസിഷനിലേക്ക് അവരെ നിയമിക്കുകയാണ്, റിക്രൂട്ട് ചെയ്യാണ്. Okay, recruiting means the discovering എന്ന് വെച്ചാൽ എന്താ? കണ്ടെത്തുക. of talented applicants, ടാലന്റ് ഉള്ള, അതിൽ കഴിവുള്ള ആപ്ലിക്കൻസിനെ കണ്ടെത്തുകയാണ്, ഡിസ്കവർ ചെയ്യാണ്. എന്തിനു വേണ്ടി? for actual or expected organization vacancies. കണ്ടോ? ഒരു യഥാർത്ഥത്തില് ഉള്ള ഒരു വേക്കൻസി ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്താ പറയാ, എക്സ്പെക്ട് ചെയ്യുന്ന, പ്രതീക്ഷിക്കുന്ന ഒഴിവാണ്. ഇപ്പൊ അടുത്ത മാസം ഇന്നാള് റിട്ടയർ ചെയ്ത് പോകും, അപ്പൊ അവർക്ക് അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും അവർക്ക് ഓൾറെഡി അറിയാലോ അല്ലെ? അങ്ങനെ അതാണ് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ യഥാർത്ഥത്തിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ആ ആപ്ലിക്കൻസിനെ, എങ്ങനെയുള്ള ആപ്ലിക്കൻസ് ആണ്? ടാലന്റഡ് ആപ്ലിക്കൻസിനെ കണ്ടെത്തുന്ന പ്രോസസ് ആണ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതാണ് റിക്രൂട്ടിംഗ്. ഡാഷ് അവിടെ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഡിസ്കവറിംഗ് ഓഫ് ടാലന്റഡ് ആപ്ലിക്കൻസ്, അങ്ങനെ ആ സെന്റൻസ് ആയിട്ട് തന്നിട്ടും ചോദിക്കാം. എന്താണ് റിക്രൂട്ടിംഗ്? റിക്രൂട്ടിംഗ് മനസ്സിലായോ? ചിലപ്പോ ഓൾറെഡി ഉള്ള പൊസിഷൻ ആയിരിക്കാം, ഒഴിവായിട്ടുണ്ടായിരിക്കും. ചിലപ്പോ അടുത്ത ആഴ്ച ചിലപ്പോ അയാൾ റിട്ടയർഡ് ആയി പോകാനുണ്ടായിരിക്കാം. അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വേക്കൻസി അല്ലേ? ആ ഒഴിവില് ഫില്ല് ചെയ്യാനായിട്ട് എന്താണ്? ആ ടാലന്റ് ആയിട്ടുള്ള, ഏറ്റവും കഴിവുള്ള ആപ്ലിക്കൻസിനെ കണ്ടെത്തുന്ന പ്രോസസ് ആണ് റിക്രൂട്ടിംഗ്. എല്ലാവരും അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഓക്കെ ആണോ?
ഇനി നോക്കിയേ, റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ കഴിവുള്ള എംപ്ലോയീസ് and encouraging them to apply for the job in an organization. അട്രാക്ട് ചെയ്യാണ്, കഴിവുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാണ്. ആൻഡ് എൻകറേജിങ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു? ടു അപ്ലൈ ഫോർ ദ ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ആ ഒരു ജോബിലേക്ക്, ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ അവരെ കഴിവുള്ള എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അവരെ അട്രാക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്, നിയമനം എന്ന് പറയുന്നത്. അതും രണ്ടാമത്തെ സെന്റൻസ് നോട്ട് ചെയ്തോ, അതും വേണമെങ്കിൽ നമുക്ക് ഡാഷ് ചോദിക്കാം. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ്, അങ്ങനെ തന്നെ സെന്റൻസ് അങ്ങനെ തന്നെ എടുക്കും. അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആൻഡ് എൻകറേജ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്താണ്? ആ ഒരു ഓർഗനൈസേഷനിലെ ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. The recruitment has been considered as the most important function of the personal administration. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. അപ്പൊ ഏതാണ് ഒരു പേഴ്സണൽ? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാട്ടോ. PERSONAL, പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, തൊഴിലാളികളുടെ ഭരണം. അല്ലേ? അത് ആ ഒരു പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് റിക്രൂട്ട്മെന്റ്. അല്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് എന്താണ്? അൺലെസ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഈസ് ഹിയർഡ്. കേട്ടെ, ശരിയായ ആളുകളെ നിയമിക്കണ്ടേ നമ്മള്? ഏതെങ്കിലും വഴി കിടക്കോടെ ആരെങ്കിലും ആ പൊസിഷനിൽ എത്താൻ പറ്റോ? എങ്ങനെ വേണം? റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ, ശരിയായ ആളുകളെ നമ്മൾ ഹിയർ ചെയ്യണം, അല്ലെ? കണ്ടെത്തണം, അവരെ അതിലേക്ക് നിയമിക്കണം. ഇവൻ ദ ബെസ്റ്റ് പ്ലാൻ, നല്ല പ്ലാൻ ആസൂത്രണം ചെയ്യണം. ഓർഗനൈസേഷൻ ചാർട്ട് ആൻഡ് കൺട്രോൾ സിസ്റ്റം വുഡ് നോട്ട് ഡു മച്ച് ഗുഡ്. അതെന്താ? അത് ശരിയായിട്ട് ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ, ആ ഒരു ശരിയായ ആളുകളെ, ആ കറക്റ്റ് ആളുകളെ ഹിയർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ആസൂത്രണം ചെയ്തില്ലെങ്കിൽ, ഏതാ ഓർഗനൈസേഷൻ ചാർട്ട്, അതുപോലെ കൺട്രോൾ സിസ്റ്റം, ഇതൊക്കെ ശരിയായിട്ടില്ലെങ്കിൽ എന്താ പറ്റുന്നേ? വുഡ് നോട്ട് ഡു മച്ച് ഗുഡ്. അതത്ര നല്ലതാവോ? ശരിയായ റിസൾട്ട് കിട്ടും? ഒരു പൊസിഷൻ അവിടെ നമുക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, അല്ലെങ്കിൽ അതിന് ആപ്റ്റുള്ള ഒരാളെ പെട്ടെന്ന് നമുക്ക് കിട്ടിയ ഒരാളെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ ശരിയാവോ? ഇല്ല. അതിന് മതിയായ റിസൾട്ട് അവിടെ കാണിക്കുന്നില്ല, അത് ഗുഡാവില്ല. ഇറ്റ് ഈസ് ഓഫൻ ടേംഡ് പോസിറ്റീവ് ഇൻ ഈസ് പെർസ്യൂഡ്. പെർസ്യൂഡ് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കാന്നുള്ളത്. People to apply for the job to enhance the hearing ratio, that is the number of applicants for the job. ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതായത് ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറെ ആളുകൾ ഉണ്ടാവും, അല്ലേ? ഇല്ലേ? അതുകൊണ്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്, അവരെ ഹിയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫൺ ടേംഡ് പോസിറ്റീവ്. എന്തുകൊണ്ടാണ്? റിക്രൂട്ട്മെന്റ് ഈസ് ഓൾസോ പോസിറ്റീവ് എന്ന് പറയാൻ കാര്യം എന്താ? ദാറ്റ് ഈസ് പെർസ്യൂഡ് പീപ്പിൾ ടു അപ്ലൈ ഫോർ എ ജോബ് ടു ദ എൻഹാൻസ് ദ ഹിയറിംഗ് റേഷ്യോ. അതായത് ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഫോർ ദ ജോബ്. ആ ജോലിയിലേക്ക് ആളുകളെ അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ. ഇവിടെ ഒരാളെ നിയമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യൂലേ? അല്ലെ? അപ്ലൈ ചെയ്ത എല്ലാവർക്കും സെലക്ഷൻ കിട്ടണമെന്നില്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, അല്ലെ? അതായത് ആളുകളെ ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനാൽ എന്താണ്? ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ അവരുടെ അപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അല്ലെ? അതാണ് ഹിയറിംഗ് റേഷ്യോ കൂടുതലാണ്. അതുകൊണ്ട് റിക്രൂട്ട്മെന്റിനെ എന്തെന്ന് വിളിക്കുന്നു? ഇസ് എ പോസിറ്റീവ് ഫംഗ്ഷൻ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ? കൂടുതൽ ആളുകളെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ സെലക്ഷൻ എന്ന് പറഞ്ഞു നോക്കിയേ, ഓൺ ദ അതർ ഹാൻഡ് ടെൻഡ്സ് ടു ബി നെഗറ്റീവ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കാര്യമാണ്. ബിക്കോസ് എന്തുകൊണ്ടാ നെഗറ്റീവ് ആണെന്ന് പറയാൻ കാര്യം? It refuses, നിരസിക്കുന്നു. ഏതാ? A good number of those who apply. ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് പോസിറ്റീവ് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? അതിന് സെലക്ഷൻ കിട്ടുന്ന ഒരു കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ.
ഒരു 100 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിലേക്ക് 10 പേരെ ആയിരിക്കും ചിലപ്പോ അത് സെലക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് സെലക്ഷൻ എന്ന് പറയുന്നത് എന്താ, കുറെ ആളുകൾ അവിടെ റെഫ്യൂസ് ചെയ്യുന്നുണ്ട്, നിരസിക്കുന്നുണ്ട് അല്ലെ ആപ്ലിക്കൻസിന്. ബാക്കി 90 ആപ്ലിക്കൻസിനെ റെഫ്യൂസ് ചെയ്തിട്ടാണ് 10 പേരെ അവരെ നിയമിച്ചത് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ് ആ ഹിയറിംഗ് എന്ന് പറയുന്ന കാര്യം നമുക്ക് എന്താ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു പോസിറ്റീവും, എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത് എന്തുവാണ്, സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവുമാണ്. ആണോ, ലീവിങ് ഓൺലി ദ ബെസ്റ്റ് ടു ബി ഹിയർഡ്. അതിലെന്താ, ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഹിയർ ചെയ്യുള്ളൂ, നിയമിക്കുള്ളൂ, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തുള്ളൂ അല്ലേ. അതായത് അപ്ലൈ ചെയ്യുന്ന ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറെ ആളുകൾ ഉണ്ടാവും, അതുകൊണ്ട് അതൊരു പോസിറ്റീവാന്ന് പറയാം. പക്ഷെ എന്നാല് സെലക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എന്താ, കുറെ ആപ്ലിക്കൻസിനെ റെഫ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് സെലക്ഷൻ ഓൺ ദ അതർ ഹാൻഡ് ടെൻഡ്സ് ടു എ നെഗറ്റീവ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഫാക്ടർ അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. ഒരു റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യാന്ന് വെച്ചാൽ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഒരു റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒരു റിക്രൂട്ട്മെന്റ്, നിയമനം അല്ലെ, ഒരു റിക്രൂട്ട് ചെയ്യുക, ഒരു ജോലിയിലേക്ക് ഒരാളെ നിയമിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെ അഫക്ട് ചെയ്യുന്നത്. ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ വലിപ്പം ഒരു കാര്യമല്ലേ അല്ലെ റിക്രൂട്ട്മെന്റിന് അല്ലേ. വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ റിക്രൂട്ട്മെന്റ് അവിടെ കൂടൂലേ, നിയമനങ്ങൾ കൂടൂലേ, കുറെ ജോബ് ഉണ്ടാവും, വേക്കൻസി ഉണ്ടാവും. അവിടെ വലിയൊരു സ്ഥാപനമാണ്, വലിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കൂടുതൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ അവിടെ 1-2 പേര് മതി. അപ്പോൾ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓർഗനൈസേഷന്റെ വലിപ്പം റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്നു. രണ്ടാമത് നോക്കിയേ, condition of the employment in the community where the organization is located. Okay, അതായത് കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി, അതായത് ആ ഒരു ഓർഗനൈസേഷൻ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ പാലിക്കാൻ തയ്യാറാവണം. അതായത് എവിടെയാണോ ഒരു ഓർഗനൈസേഷൻ റിക്രൂട്ട് ചെയ്തേക്കുന്നത്, where the organization is located, എവിടെയാണ് ആ ഓർഗനൈസേഷൻ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസ്, കമ്മ്യൂണിറ്റിയിലെ ആ കണ്ടീഷൻസ്, അത് ആ എവിടെയാണ് ഓർഗനൈസേഷൻ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും അല്ലേ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ്, ആ തൊഴിലിന്റെ കണ്ടീഷൻ, ആ ഒരു സമൂഹത്തിലെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ എവിടെയാണോ നിൽക്കുന്നത് അല്ലെ, അത് എന്തിനെ സ്വാധീനിക്കും, എംപ്ലോയ്മെന്റിന്റെ ആ തൊഴിലിന്റെ കണ്ടീഷൻസിനെ ബാധിക്കും, സമൂഹത്തിലുള്ള തൊഴിൽ സാഹചര്യങ്ങൾ. അടുത്ത മൂന്നാമത്തെ നോക്കിയേ, അതായത് നിങ്ങൾക്ക് അത് മനസ്സിലായോ, എംപ്ലോയ്മെന്റ് ആ തൊഴിലിന്റെ ഇത് നോക്കണം, എംപ്ലോയ്മെന്റ് നോക്കിയിട്ട് വേണം നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ. തൊഴിൽ സാഹചര്യം നോക്കും, ആ സമൂഹത്തിലെ തൊഴിൽ സാഹചര്യങ്ങൾ നോക്കിയിട്ട് വേണം അവരെ റിക്രൂട്ട് ചെയ്യാൻ. വേക്കൻസി ഇല്ല അല്ലെങ്കിൽ ആ തൊഴിൽ ആ ഒരു ഇത് അവിടുത്തെ കണ്ടീഷൻ ഇത് നമ്മൾ നോക്കണം. കണ്ടീഷൻ നോക്കി വേണം എന്ത് ചെയ്യാൻ, കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ്, ആ തൊഴിലിന്റെ കണ്ടീഷൻ നോക്കി വേണം റിക്രൂട്ട് ചെയ്യാൻ. ക്ലിയർ അല്ലേ അതാ? ഓക്കെ, ആ ഓർഗനൈസേഷൻ എവിടെയാണോ നിൽക്കുന്നത് അവിടത്തെ ആ ഒരു സമൂഹത്തിലെ തൊഴിലിന്റെ ഒരു കണ്ടീഷൻ നോക്കി വേണം റിക്രൂട്ട് ചെയ്യാൻ. ഇനി മൂന്നാമത്തെ നോക്കിയേ, the result of past recruiting effort which shows the organization capacity to locate and keep a good performing people. എന്താ പറഞ്ഞേക്കുന്നത്, അതായത് നമ്മള് പാസ്റ്റ് റിക്രൂട്ടിംഗ്, റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ടിംഗ്, മുൻകാലങ്ങളില് റിക്രൂട്ട്മെന്റിന് വേണ്ടി എന്തൊക്കെ ചെയ്തു അത് നോക്കണം.
അപ്പൊ മുന്നേ ഇങ്ങനെ ഒരു പൊസിഷൻ വന്നപ്പോ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതും നോക്കണം. നോക്കിയേ, അതും ഇൻഫ്ലുവൻസ് ചെയ്യും. ദ റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്ട്. ഇതൊന്നും അത്രയൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചേട്ടോ. ഓക്കെ, ദ റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്ട്. അതായത് ഇതേ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഇതൊരു വേക്കൻസി, ആ സെയിം പൊസിഷൻ നമ്മള് മുമ്പ് അവിടെ എങ്ങനെയായിരുന്നു റിക്രൂട്ട്മെന്റ് നടത്തിയത്, അതിന്റെ റിസൾട്ട് എന്താണ്, അതും കൂടി നോക്കണം. വിച്ച് ഷോസ് ദ ഓർഗനൈസേഷൻ കപ്പാസിറ്റി ടു ലൊക്കേറ്റ് ആൻഡ് കീപ് ഗുഡ് പെർഫോമിംഗ് പീപ്പിൾ. ആ ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി ഉണ്ടോ, നല്ല ആളുകളെ പീപ്പിളിനെ കീപ്പ് ചെയ്യാൻ, നിലനിർത്താനുള്ള ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി, അതൊക്കെ നമ്മൾ ഈ പാസ്റ്റ് റിക്രൂട്ട്മെന്റിന് അതിന്റെ റിസൾട്ട് കാണിക്കുന്നു എന്നുള്ളത്. അടുത്തത് നാലാമത്തെ നോക്കിയേ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് സാലറി ആൻഡ് ബെനിഫിറ്റ് പാക്കേജ് ഓഫേർഡ് ബൈ ദ ഓർഗനൈസേഷൻ which may influence the turnover and demand future recruiting. ജോലി സാഹചര്യം, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് സാലറി, അത് സ്വാധീനിക്കൂലേ, ആൻഡ് ബെനിഫിറ്റ് പാക്കേജ് ഓഫേർഡ് ബൈ ദ ഓർഗനൈസേഷൻ. അല്ലേ, നമുക്കൊരു ജോലി, ഒരു റിക്രൂട്ട്മെന്റ് നിയമിക്കുകയാണ് ഒരു പൊസിഷനിലേക്ക്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങൾ ഇതൊക്കെ ആയി. അപ്പൊ നമുക്ക് ആ ഒരു നിയമനത്തിന് അല്ലെ, നമുക്ക് അവിടെ അറ്റ്മോസ്ഫിയർ, വർക്കിംഗ് ചിലർക്ക് സത്യം ആ ഒരു അന്തരീക്ഷം ഇഷ്ടമാവുന്നില്ല, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ സാലറിയിൽ പ്രശ്നം വരാം. അല്ലെ, നല്ല ജോലിയുണ്ട് പക്ഷെ സാലറി കുറവ് വരികയാണെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് നമ്മൾ അതിലേക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഇരിക്കാൻ തയ്യാറാവില്ല. അല്ലെ, സാലറിയില് ആ ബെനിഫിറ്റ് പാക്കേജ്, ബെനിഫിറ്റ്സ്, ഇടയ്ക്കിടയ്ക്ക് ബെനിഫിറ്റ്സ് എന്തെങ്കിലും കമ്പനിയുടെ ഇതായിട്ട് കിട്ടൂലേ, നമുക്ക് ബോണസ് പോലെ എന്തെങ്കിലും, അങ്ങനെയുള്ള പാക്കേജ്, ബെനിഫിറ്റ് പാക്കേജ് ഓഫേർഡ് ബൈ ദ ഓർഗനൈസേഷൻ ഓഫർ ചെയ്യുന്ന സാലറി, ബെനിഫിറ്റ് പാക്കേജ്, വർക്ക് അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം ഈ റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്നു. which may influence turnover and demand future recruiting. കേട്ടോ, അതല്ലെങ്കിൽ turnover, അതിന്റെ ആ എന്താണ് ഗുഡ് പെർഫോമിംഗ് നമുക്ക് ആളുകളെ നമുക്കത് ഈ കണ്ടെത്താനുള്ള ടേൺ ഓവർ അതിനെ സ്വാധീനിക്കുന്നു. അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ട് നമ്മൾ റിക്രൂട്ടിങ്ങിനെ, അതിന്റെ ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു. അപ്പൊ ആ ഡിമാൻഡ്, അതായത് നമുക്ക് സാലറി കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ ഒരു ഇതിലേക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ താല്പര്യം കാണിക്കൂല. അല്ലെ, താല്പര്യം കാണിക്കോ? അപ്പൊ അതായത് എത്രയൊന്നും അണ്ടർലൈൻ, ഫുള്ളായിട്ട് നിങ്ങൾ അത് നോക്കണമെന്നില്ല കേട്ടോ സെന്റൻസ്. ഇത് എത്രയൊന്നും അണ്ടർലൈൻ ചെയ്തിടാം. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, സാലറി ആൻഡ് ബെനിഫിറ്റ് പാക്കേജ് ഓഫേർഡ് ബൈ ഓർഗനൈസേഷൻ. ഓക്കെ, അത്രയൊന്നും അണ്ടർലൈൻ ചെയ്തിടാം. അടുത്ത നോക്കിയേ, ഗ്രോത്ത് വിത്ത് ദ റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ. റേറ്റ് നോക്കുക, ഗ്രോത്ത് വിത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് നമ്മള് സംഘടന, ആ ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്കൊപ്പം ആ ഒരു നമ്മൾ അതായത് ആ സ്ഥാപനം വളരുന്നതിന്റെ അനുസരിച്ച് നമുക്ക് എന്ത് വേണം, ആ ഒരു സാലറിയിലാണെങ്കിലും ഒക്കെ നമുക്കൊരു ഇത് വരണം. അല്ലെ, അതിനൊപ്പം ഒരു ഗ്രോത്തും വേണം. ഗ്രോത്ത് വിത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തിന്റെ റേറ്റ് അല്ല, അതിന്റെ നിരക്കിനൊപ്പം എന്ത് വേണം, ഗ്രോത്ത് വേണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ വളരുന്നതിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമുക്കൊരു ബെനിഫിറ്റ് കൂടി വരണം. അല്ലെ, അത് അതവിടെ വിത്തുന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് വരുന്നത്, ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ എഴുതിയാലും മതി. ആ ഒരു ഓർഗനൈസേഷന്റെ എന്താണ് ഗ്രോത്ത് റേറ്റ്. വിത്തെന്ന് വരുമ്പോഴാണ് ഒരു ചെറിയൊരു സെന്റൻസ്. അപ്പൊ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ ആക്കിയാൽ മതി, ഗ്രോത്ത് റേറ്റ്. ഇപ്പൊ നമ്മൾക്ക് എന്താ ഒരു താഴെ മോശമായിട്ട് വരുന്ന ഗ്രോത്ത് റേറ്റ് ഗ്രോത്ത് കുറവുള്ള, വളർച്ച കുറവുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അതിലേക്ക് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യൂലേ. അല്ലെ, പിന്നെ കുറെ ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ കമ്പനി ഗ്രോത്ത് റേറ്റ് കൂടുതലാണ്,
അല്ലെ? കമ്പനിയുടെ വളർച്ച കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റില്ലേ? അതാണ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ ആക്കിക്കോട്ടെ, ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അടുത്തത് നോക്കിയേ, ദ ലെവൽ ഓഫ് seasonality of operation and future expansion and production programmers. Okay, seasonable ആയിട്ടുള്ള സമയത്ത് റിക്രൂട്ട്മെന്റ് കൂടും. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? The level of seasonality of the operation. ചില സമയത്ത് സീസണൽ ആണ്. അതായത് ഒരു സീസണിൽ ചിലപ്പോൾ വർക്ക് ചിലപ്പോൾ കൂടുതൽ വരാം. അപ്പൊ ആ സമയത്ത് ആ സ്ഥാപനത്തിലേക്ക് കുറെ എക്സ്ട്രാ നമ്മൾ കുറെ ആളുകൾ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ആ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറയാ, അത്ര എംപ്ലോയീസ് വേണമെന്നില്ല. ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാംസ്, അതൊക്കെ എന്തിനെ ഈ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യും. അതായത് ആ സീസണാലിറ്റി, അവിടുത്തെ പ്രവർത്തനങ്ങള്, അതായത് ചില സീസണില് എന്താ പറയാ അവിടുത്തെ വർക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, നമുക്ക് ആ റിക്രൂട്ട്മെന്റ് ആ സമയത്ത് ചിലപ്പോൾ കൂടുതലായിട്ട് നടത്തേണ്ടി വരും. സീസണബിൾ ആയിട്ടുള്ള സമയത്ത് റിക്രൂട്ട്മെന്റ് കൂടും. അടുത്ത നോക്കിയേ, കൾച്ചറൽ, എക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. സാംസ്കാരിക, കൾച്ചറൽ സാംസ്കാരിക, എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ളത്, ലീഗൽ നിയമപരമായിട്ടുള്ള ഫാക്ടർ ഘടകങ്ങൾ, ഇതെല്ലാം റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കും. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ, അവരോട് ഞാൻ പെട്ടെന്ന് പറയാം. ഒന്നാമത്തെ എന്താ, സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ വലിപ്പം, കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി, അതങ്ങ് അണ്ടർലൈൻ ചെയ്തേക്കണത് ക്ലിയർ അല്ലേ നോക്കാം കേട്ടോ. കമ്മ്യൂണിറ്റിയിലെ ആ തൊഴിലിന്റെ ആ ഒരു കണ്ടീഷൻ, the result of past recruiting effort, the result of past recruiting effort, അതായത് മുന്നേ ആ സെയിം പൊസിഷനിൽ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് അതിന്റെ ആ ഒരു എഫേർട്ടിന്റെ റിസൾട്ട് അത് ഇപ്പോഴത്തെ റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കും എന്നാണ്. പിന്നെ അടുത്തത്, വർക്ക് അറ്റ്മോസ്ഫിയർ ആൻഡ് സാലറി ആൻഡ് ബെനിഫിറ്റ് പാക്കേജ് ഓഫേർഡ് ബൈ ദ ഓർഗനൈസേഷൻ. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, അവിടുത്തെ അവര് പറയുന്ന സാലറി, ബെനിഫിറ്റ് പാക്കേജുകള്, ഇതെല്ലാം കമ്പനി ഓഫർ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാവരും റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കും. പിന്നെ അടുത്ത ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ ഗ്രോത്ത് റേറ്റ്, ഓർഗനൈസേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് റിക്രൂട്ട്മെന്റും കൂടും. പിന്നെ അടുത്തത് ദ ലെവൽ ഓഫ് സീസണാലിറ്റി ഓഫ് ദ ഓപ്പറേഷൻസ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സീസണാലിറ്റി അനുസരിച്ച്, പ്രത്യേക സീസണൽ ആണെങ്കിൽ അവിടെയും ആളുകൾ റിക്രൂട്ട്മെന്റ് കൂടാം. പിന്നെ കൾച്ചറൽ, എക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. ഓക്കെ, സാമൂഹികവും സാമ്പത്തികവും നിയമപരമായിട്ടുള്ള ഘടകങ്ങൾ. ക്ലിയർ അല്ലേ? ചോദിച്ചെഴുതാനോ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ അല്ലേ പോയിന്റ്സുകള്? 7 ഓക്കെ. ഇനി അടുത്തതാണ് സ്റ്റെപ്സ് ആണ് കേട്ടോ, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ്. Personal recruitment process consists of 5 elements. എത്രയാ? 5 ഘടകങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഒരു തൊഴിലാളി, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയി ആണ് കേട്ടോ. എംപ്ലോയി റിക്രൂട്ട്മെന്റ് പ്രോസസ്, ഈ പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 5 elements. എത്ര എലമെന്റ്സ് ആണ്? 5 elements ആയിട്ടാണ് പറയുന്നത്. സ്റ്റെപ്സ് 5 സ്റ്റെപ്സ് ആണ്. അതിനകത്ത് ആദ്യത്തെയാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് പോളിസി, റിക്രൂട്ട്മെന്റ് പോളിസി, റിക്രൂട്ട്മെന്റ് പോളിസി. എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകളാണ്. അതായത് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെ നമ്മൾ 5 എലമെന്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കൺസിസ്റ്റ് ഓഫ് 5 elements. ഏതൊക്കെയാണ്? പേരുകളൊന്നും നോക്കിയേ. റിക്രൂട്ട്മെന്റ് പോളിസി, റിക്രൂട്ട്മെന്റ് നയങ്ങള്, പോളിസി. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ, റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കിയേ, ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്. മാൻ പവറിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ റിക്വയർമെന്റ്സിന്റെ ഒരു ഫോർകാസ്റ്റ് മുൻകൂട്ടി കാണുക. Then
ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, സോഴ്സ് ഡെവലപ്പ് ചെയ്യുക. റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ എവിടെന്നാ, ഓർഗനൈസേഷന് ഉള്ളിൽ നിന്ന് എടുക്കണോ, അതിൽ ഓർഗനൈസേഷന്റെ പുറത്തുനിന്ന് എടുക്കണോ, അങ്ങനെ എവിടെ നിന്നാണ് ആ എംപ്ലോയീസിനെ നമുക്ക് കിട്ടുക എന്നുള്ള സോഴ്സ് ഡെവലപ്പ് ചെയ്യുക. അടുത്ത് നോക്കിയേ, മെത്തേഡ്സ് ഓഫ് ടെക്നിക് ഓഫ് റിക്രൂട്ട്മെന്റ്. മെത്തേഡ്സ് ഓഫ് methods or techniques of recruitment. Method of ആറാമത്തെ ചെറിയൊരു ഇത് കൂടി കൊടുത്തിട്ടുണ്ട്. The method of assessment of recruiting program. ഇതെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ്. എല്ലാ ഇതിലും അസസ് ചെയ്യാന്നുള്ളത്. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം അസസ് ചെയ്യുക, അസസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, എന്തായാലും 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. നോക്കിയേ, പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 5 കാര്യങ്ങളാണ്, 5 എലമെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ലാസ്റ്റത്തെ അസസ്മെന്റ് ആണ്, അതുകൊണ്ട് അത് ഇതിന്റെ ഒരു പോയിന്റ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഓരോന്ന് നോക്കാം. റിക്രൂട്ട്മെന്റ് പോളിസി എന്താണ്? A recruitment policy is a declaration on how you hear. എങ്ങനെ നിയമിക്കും, എംപ്ലോയീസിനെ എങ്ങനെ നിയമിക്കും എന്നുള്ളതാ, അതാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രഖ്യാപനം. അതാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹിയർ, എങ്ങനെ നിയമിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിക്ലറേഷൻ, പ്രഖ്യാപനമാണ് റിക്രൂട്ട്മെന്റ് പോളിസി. അണ്ടർലൈൻ ചെയ്തോട്ടാ. ഇനി എന്താണ്, ഇറ്റ് ഡിഫൈൻസ് യു, എന്താ പറഞ്ഞേക്കുന്നത്, കമ്പനീസ് പ്രിഫേർഡ് ഹിയറിംഗ് പ്രാക്ടീസസ് ആൻഡ് എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. കൺസിസ്റ്റൻസി സ്ഥിരത വിത്ത് യുവർ എംപ്ലോയി റിക്രൂട്ടിംഗ് പ്രോസസ്. ഇതെന്താണ്, ഇറ്റ് ഡിഫൈൻസ് യു കമ്പനീസ് പ്രിഫേർഡ് ഹിയറിംഗ് പ്രാക്ടീസസ്, കമ്പനിയുടെ ഇഷ്ടപ്പെട്ട, അവർ പ്രിഫർ ചെയ്യുന്ന ഹിയറിംഗ് പ്രാക്ടീസസ്, നിയമന രീതികളെ നിർവചിക്കുന്നു. ഓരോ കമ്പനിക്കും ഉണ്ടാവൂലേ ചില രീതികള്, അവർ പ്രിഫർ ചെയ്യുന്ന, അവർക്ക് ഇഷ്ടപ്പെട്ട ചില രീതികൾ ഉണ്ടാവും റിക്രൂട്ട്മെന്റിന് വേണമെങ്കിൽ. ഇറ്റ് ഡിഫൈൻ, ഇതെന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്താ ഡിഫൈൻ ചെയ്യുന്നേ, അതിലെന്താ പറയുന്നേ, അതിനകത്ത് എന്താണ് വരുന്നത് നോക്കിയേ, കമ്പനീസ് പ്രിഫേർഡ് ഹിയറിംഗ് പ്രാക്ടീസ്, കമ്പനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നിയമന രീതികളെ നിർവചിക്കുന്നു. ആൻഡ് എൻകറേജ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത്. കൺസിസ്റ്റൻസി, സ്ഥിരത വേണം. വിത്തിൻ യുവർ എംപ്ലോയി റിക്രൂട്ട്മെന്റ് പ്രോസസ്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ഒരു സ്ഥിരത വേണ്ടേ, കൺസിസ്റ്റൻസി വേണ്ടേ. ഇപ്പൊ എന്നെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന് എനിക്ക് ഉള്ള രീതിയിലായിരിക്കണം അടുത്ത ആളെ, ഫാമിലിക്കും ആ ഒരു സെയിം പോസ്റ്റിലേക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്ഥിരത വേണം. അല്ലെങ്കിൽ എന്റെ അടുത്ത് ഒരു രീതിയിൽ പെരുമാറി, അടുത്ത കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് വേറെ രീതിയിൽ പെരുമാറി, ആ റിക്രൂട്ടിംഗ് പ്രോസസ്സിന് എന്ത് വേണം, അല്ലെങ്കിൽ ആ പോളിസിയിൽ എന്താ, ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത വേണം. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? അപ്പൊ കമ്പനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നിയമന രീതികളെ നിർവചിക്കുകയും എംപ്ലോയിയുടെ ആ റിക്രൂട്ടിംഗ് പ്രോസസ്സിന് ഒരു കൺസിസ്റ്റൻസി വേണം. അതാണ് എന്താ, അങ്ങനെയുള്ളതാണ് ഒരു റിക്രൂട്ട്മെന്റ് പോളിസിയെ നിർവചിക്കുന്നത്. അതാണ് ശരിക്കും ഒരു റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. Such a policy declares the objectives of the recruitment and provide a framework of implementation of the recruiting program in the form of procedure. ഇത് എങ്ങനെയായി നോക്കിയേ, ഈ പോളിസി എന്താ ഡിക്ലെയർ ചെയ്തേക്കുന്നത്, the objectives, റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങള് പ്രഖ്യാപിക്കുന്നു. ഈ പോളിസി എന്താ പറഞ്ഞേക്കുന്നത്, recruitment policy declares the objectives of recruitment. അണ്ടർലൈൻ ചെയ്തിട്ടെ, ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് പോളിസി എന്താന്നുള്ള ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് ഇട്ടിട്ടില്ലേ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ലേ? അണ്ടർലൈൻ ചെയ്തോ? ചെയ്തു. രണ്ടാമത്തെ സെന്റൻസ് എന്താ പറഞ്ഞേക്കുന്നത്, അതിനകത്ത് എന്താണ് അത് പറഞ്ഞേക്കുന്നത്, എന്താണ് ഡിഫൈൻ ചെയ്തേക്കുന്ന ആ റിക്രൂട്ട്മെന്റ് പോളിസി?
കമ്പനിക്ക് ഇഷ്ടപ്പെട്ട നിയമന രീതികളെ നിർവചിക്കുകയും അതുപോലെ എംപ്ലോയീസിന്റെ ഒരു റിക്രൂട്ടിംഗ് പ്രോസസ്സിന്റെ കൺസിസ്റ്റൻസി സ്ഥിരത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈ പോളിസി എന്താ ഡിക്ലെയർ ചെയ്തേക്കുന്നത്? ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് and provide a framework of the implementation of the recruitment program. ആ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം, ആ നിയമന നിയമിക്കുന്ന പ്രോഗ്രാം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഒരു ഫ്രെയിംവർക്ക്, ഒരു ചട്ടക്കൂട് നൽകുകയും ചെയ്യുന്നു. നടപ്പിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട്, ദ ഫോം ഓഫ് പ്രൊസീജിയർ, ഒരു നടപടിക്രമം, ഒരു പ്രൊസീജിയർ, ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫ്രെയിംവർക്കും പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളാ പറയുന്നത് കേട്ടോ, അണ്ടർലൈൻ ചെയ്തു. ഒരു ഈ റിക്രൂട്ട്മെന്റ് പോളിസി എന്തൊക്കെ കാര്യങ്ങളാ ഡിക്ലെയർ ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളെ പ്രഖ്യാപിക്കുകയും അവിടെ എന്താ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് നടപ്പിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടോ. അതിനൊരു ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനാ? റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നോക്കിയേ, in its broad sense, a recruitment policy sense involves a commitment by the employer to such a general principle. നോക്കിയേ എന്തൊക്കെയാണ് ഇതിനകത്ത് എന്താ വരുന്നത്? ബ്രോഡ് സെൻസ്, ഒരു വിശാലമായിട്ടുള്ള, ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു സെൻസ്. എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി സെൻസ്? ഇൻവോൾവ്സ്, അതിലെന്താ ഒരു റിക്രൂട്ട്മെന്റ് പോളിസിയിൽ എന്താ പറയുന്നത്? ഇൻവോൾവ് എ കമ്മിറ്റ്മെന്റ് ഓഫ് ദ എംപ്ലോയർ, എംപ്ലോയറിന്റെ, ആ തൊഴിലുടമയുടെ, എംപ്ലോയറിന്റെ ഒരു കമ്മിറ്റ്മെന്റ്. എന്താ? ടു സച്ച് ജനറൽ പ്രിൻസിപ്പിൾ, തൊഴിലുടമയുടെ അല്ലെങ്കിൽ എംപ്ലോയറിന്റെ പൊതു തത്വങ്ങളോട് കൂടി ഒരു കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത ഇതിന് ഉൾപ്പെടുന്നു. അതിനകത്ത് ഒന്നാമത്തെ എന്താ വരുന്ന പോളിസിയിൽ നോക്കിയേ, ടു സെലക്ട് ആൻഡ് എംപ്ലോയ് the best qualified person for each job. ഓരോ ജോലിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണം. അല്ലാതെ ഞാൻ എന്റെ റിലേറ്റീവിനെ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു എംപ്ലോയർ ആണ്, എനിക്കാണ് ആ ഒരു പോസ്റ്റ്, ഇവരെ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ എനിക്ക് അങ്ങനെ എന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ സെലക്ട് ചെയ്യണം? ആ എംപ്ലോയർ എങ്ങനെ ആയിരിക്കണം? ഒരു പ്രതിബദ്ധത കാണിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് എന്താണ്? അത് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞേ? ടു സെലക്ട് ആൻഡ് എംപ്ലോയ്, എങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യണം? ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഈച്ച് ജോബ്. കണ്ടോ, ഓരോ ജോലിക്കും ബെസ്റ്റ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യണം. ക്ലിയർ ആയോ? എങ്ങനെയുള്ളതാ? ടു സെലക്ട് ദ എംപ്ലോയി, എങ്ങനെയായിരിക്കണം? The best qualified person for each job. ഓരോ ജോലിക്കും ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിനെ അവർ സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ എന്താ? ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദിസ് ഫീൽഡ്. നിയമിക്കപ്പെട്ടവരില് ഏറ്റവും മികച്ചതും അവരെങ്ങനെയായിരിക്കും ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള, മോസ്റ്റ് പ്രോമിസിംഗ്, ഏറ്റവും നല്ലതും പ്രോമിസിംഗും ആയിട്ടുള്ളവരെ നിയമിക്കണം. അങ്ങനെയുള്ള എംപ്ലോയീസിനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഹിയർ ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക എന്നുള്ള മീനിങ് ആട്ടോ ഹിയർഡ്. എങ്ങനെയുള്ളവരായിരിക്കും? ഏറ്റവും നല്ലതായിട്ടും നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ളവരും, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ഈ ഓർഗനൈസേഷന് വേണ്ടി ചെയ്യാം, ഞാൻ പ്രോമിസ് ചെയ്യുന്നു, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഇവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പ്രോമിസ് ചെയ്യുന്നതും നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് ഹിയർ ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ്. ഓക്കെ, ടു പ്രൊവൈഡ് ആൻഡ് എന്ന് പറഞ്ഞ അടുത്ത പോയിന്റ്, ലൈഫ് ടൈം വർക്കിംഗില് അനുകൂലമായ അവസരങ്ങൾ നൽകുന്ന, കണ്ടോ? ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി, അനുകൂലമായ ഓപ്പർച്യൂണിറ്റി. എങ്ങനെയാ? ലൈഫ് ടൈം വർക്കിംഗ്. ലൈഫ് ടൈം വർക്കിങ്ങിന് അതൊരു എംപ്ലോയറിനെ സംബന്ധിച്ച് ഇത് പറയണ്ടേ അല്ലെ? ഇത്ര നാളുകള് അല്ലെങ്കിൽ ഇത്രയും ഇത് നമ്മൾ ആ സമയത്ത് പറയണം അല്ലെ? ഓഫർ ചെയ്യണം ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. എന്തിനു വേണ്ടി? ഫോർ ലൈഫ് ടൈം വർക്കിംഗ്. കണ്ടോ? അങ്ങനെ വേണം.
ഓഫർ ചെയ്യണം. മനസ്സിലായോ? ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി എന്തിനാ? ഫോർ ലൈഫ് ടൈം വർക്കിംഗ്. നാലാമത്തെ നോക്കിയേ, ടു പ്രൊവൈഡ് പ്രോഗ്രാംസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ഓൺ ദ ജോബ്. എന്ത് ചെയ്യണം? ടു പ്രൊവൈഡ് പ്രോഗ്രാമുകള്, അതിനുള്ള ഫെസിലിറ്റികള് എന്തിനു വേണ്ടി? ഫോർ പേഴ്സണൽ ഗ്രോത്ത് ഓൺ ദ ജോബ്. ജോബിന്റെ ആ ജോലിയുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന്, ഇവിടെ സ്പെല്ലിംഗ് നോക്കിയേ, PRSONAL ആണ്. ആ വ്യക്തിഗത വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? ഈ കാര്യങ്ങളൊക്കെ ആർക്കുടെ പ്രതിബദ്ധതയാണ്? എംപ്ലോയറിന്റെ. ഒരു എംപ്ലോയറിന്റെ കമ്മിറ്റ്മെന്റ് ആണ്. സച്ച് ജനറൽ പ്രിൻസിപ്പിൾ. ഈ ജനറൽ പ്രിൻസിപ്പിളിൽ വരുന്ന ഈ റിക്രൂട്ട്മെന്റ് പോളിസിയും കൂടെ ഉള്ള ഒരു എംപ്ലോയറിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.